നമ്മളിങ്ങനെ കേട്ടിട്ടില്ല, ഒരാൾക്ക് ഒരാളുണ്ട്, അത് അനാദികാലം മുതൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബന്ധമാണ്. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, ചില ജോലികൾക്ക് ഒരു എല്ലാത്തിലും ഇവർ വേണം, നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിഥികളൊക്കെ ആയിട്ട് വിളിക്കും. പക്ഷെ ഒരു പ്രപ്പോസൽ പോലത്തെ ഒരു കാര്യം വരുമ്പോൾ പുറകോട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഞാൻ വളരെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. നമ്മളൊരാൾ പ്രണയിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ കോർ ബിലീഫായിരുന്നു. മാട്രിമോണിയോടൊക്കെ ഒരു എതിർപ്പും എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ആ വഴിയിൽ പോയി കാര്യങ്ങളൊന്നും നമുക്കത് അതായിരുന്നില്ല എൻ്റെ വിധി. ഒരു കൂട്ട് വേണമെന്ന് തോന്നി. കാരണം ചേട്ടന്മാർ രണ്ടുപേരും കല്യാണം സെറ്റിൽഡായി. ഞാനും ഒപ്പനയും അമ്മയും ഒരുമിച്ചാണ്. 10-15 കൊല്ലമായിട്ട് ഒറ്റയ്ക്കാണ്. അവർക്ക് പ്രായമാവുന്നു, അവർക്കൊരു കൺസേൺ ഉണ്ട്. അവർ വീട്ടിലില്ലാത്തൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര എംപ്റ്റിനെസ് തോന്നി. അമ്മയുടെ റൂമിൽ കയറുമ്പോൾ അമ്മയുടെ സാരി, അമ്മയുടെ റൂമിന്റെ മണം, അപ്പച്ചൻ്റെ അകത്ത് അമൃതാഞ്ചന്റെ മണം, ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചേട്ടനാണ് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത്. ചാവറയിലാണ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം കുറേ കുട്ടികളെ കണ്ടു എന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ കണ്ടു. ആരെയും നേരിട്ട് അങ്ങനെ പെണ്ണ് കാണാനായിട്ട് പോയിട്ടില്ല. ആകെ പോയത് ഈ നൈജിയെ കാണാനാണ്. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമോണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്. ChavraMatrimony.com കണക്റ്റിംഗ് ഹാർട്ട്സ്. അതെ, ഒത്തിരി ഹൃദയങ്ങളെ കോർത്തിണക്കി കുടുംബം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ചാവറ മാട്രിമോണിയുടെ 30ാം വർഷം ആഘോഷിക്കുമ്പോൾ they are introducing C-Talk. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ജനിക്കുമ്പോൾ തന്നെ ഒരു എക്സിസ്റ്റഡ് ഫാമിലി ഉണ്ടാവും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്ന് പറഞ്ഞു പോകെ പോകെ സ്കൂളിലും ഒക്കെ എത്തുമ്പോൾ ഒരു ടീച്ചേഴ്സ് വരും, ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫാമിലി വരും. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പം അവരുടെ കൊളീഗ്സ് വരും. ഇതെല്ലാം കഴിഞ്ഞ് അവനോ അവൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ഓൺ ഫാമിലി, എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി, എനിക്ക് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എനിക്കൊരു ഭർത്താവ്, മക്കള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി. സോ ടുഡേസ് ടോപ്പിക്, C-Talkലെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാമിലി. ഇന്നത്തെ ഈ ഒരു ടോക്ക് ഷോയില് എനിക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ആദ്യം തുടങ്ങാം. നമ്മുടെ സിജോയ് ചേട്ടൻ എന്ന് പറയുമ്പം അറിയാം, എനിക്ക് എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വില്ലൻ. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര സ്പിരിച്വലി എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഓക്കെ, അതിന് പുറമെ ആഡ് ഫിലിം മേക്കറാണ്, ബ്രാൻഡ് കൺസൾട്ടന്റ് ആണ്, പിന്നെന്തൊക്കെ ഉണ്ട് പറയൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രസ്ഥാനമായ സിജോയ് ചേട്ടനെ ഞാൻ ആദ്യം C-Talkലോട്ട് വെൽക്കം ചെയ്തു. സിജോയ് ചേട്ടൻ മാത്രല്ല, ഇപ്പുറത്തൊരാളുണ്ട്, എല്ലാത്തിന്റെയും പാർട്ട്ണർ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാത്തിന്റെയും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു പാർട്ട്ണർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ബാക്ക് ബോൺ സ്ട്രെങ്ത് ആയിട്ടുള്ള ടെസി ചേച്ചീനെ ഞാൻ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്ത ആളെ എനിക്ക് അറിയാവുന്നത്, ഞാൻ 2017 തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന സമയം, ഒരു തേർഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയം ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കർ ആയിരുന്നു. നമ്മൾ വെച്ചാൽ നമുക്ക് യൂത്തിനൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ അന്നൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും, മര്യാദയ്ക്ക് ഇതേ കണ്ടുപടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ. ആ ചേട്ടൻ ഇപ്പൊ മാരീഡ് ആണ്, ഇപ്പൊ അടുത്ത കല്യാണം കഴിഞ്ഞുള്ളൂ. ആളിതിനൊക്കെ പുറമെ മോട്ടിവേഷണൽ സ്പീക്കറിന് പുറമെ ഒരു ഓതറാണ്, അതിന് പുറമെ ഒരു RJ ആണ്, ആക്ടറാണ്, എല്ലാമാണ്, ഒരു യൂത്ത് ഐക്കണാണ്. ജോസഫ് അന്നംകുട്ടി ജോസ്, വെൽക്കം ടു C-Talk. താങ്ക് യു. ഉറപ്പായിട്ടും പ്രിയതം അപ്പുറത്തുണ്ടാവുമല്ലോ. ആൻഡ് അതായത് നമ്മുടെ ജോസഫിന്റെ ഏഞ്ചൽ മാലാക ആന്നി ഞാൻ സ്വാഗതം ചെയ്യും. താങ്ക് യു. ഇനിയുള്ളത് നമ്മുടെ മലയാളികൾ അല്ലു അർജുനെ കേൾക്കുന്നത് ഈ സൗണ്ടിലൂടെ. എനിക്ക് അങ്ങനെയാണ് ആദ്യമേ പറയാൻ ഇഷ്ടം. അതിന് പുറമെ വിജയ് സൂപ്പറും പൗർണമിയും, സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടറാണ് ജിസ് ചേട്ടാ, വെൽക്കം ടു ദ C-Talk. ആൻഡ് പ്രിയപത്നി നൈജി ചേച്ചി, എല്ലാമാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്, പാർട്ട്ണർ ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇവരൊക്കെ വിളിച്ചുകൂട്ടി ഈ C-Talkന് ഞാൻ ഇരുത്തുന്ന എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങളെ പോലെയല്ല, 30 വയസ്സ് കഴിഞ്ഞു. C-Talk കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നു. അതെ, ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. എവിടെയൊക്കെയോ എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലും ഒരു പാർട്ട്ണർ ഒന്ന് ചായം വേണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയാ, എന്തൊക്കെയോ പേടിയും കൺഫ്യൂഷൻസും ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് കാലെടുത്ത് വെക്കാത്ത. വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ട്,
പക്ഷെ എന്തൊക്കെ ഒരു പേടിയുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്കാൻ. ഏതാണ്ട് തീരുമാനമാവും. അപ്പം വളരെ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റാണ്, ഇടത്തേക്ക് വന്ന് ചേർന്നെടുക്കുക. എന്താ പറയാ, എനിക്ക് എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് ഇതിപ്പോ കാണുന്നുണ്ടാവും. അവർക്കും ഇതൊരു ഭയങ്കര ഹെൽപ്പ് ആവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അതേ കോപ്പി ചെയ്യാനല്ല, നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു 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 ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഒരാളിപ്പം റീസെന്റ് കല്യാണം കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞ് ഒത്തിരി വർഷമായതുകൊണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിന്റെയൊക്കെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കാം. വെൽക്കം ടു സീറ്റ് ടോക്ക്. അപ്പൊ ആദ്യമേ ചോദിക്കട്ടെ, ഇപ്പം എനിക്കൊരു അറിയാലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പാർട്ട്ണർ വേണം. ഇപ്പം എനിക്ക് എൻ്റെ ഒരു മെന്റൽ സപ്പോർട്ടിന് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും ഉണ്ട് എന്ന് പറയുന്നതിലും എനിക്ക് ഒരാൾ വേണം. അതൊരു വേറെ തന്നെ ഒരു സ്പേസ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ അതെന്റെ നീഡാണ്. നമുക്ക് അതിലോട്ട് വരാം. നിങ്ങളൊക്കെ എന്തിനാ കിട്ടിയത്? ഫസ്റ്റ് മൈ ക്വസ്റ്റ്യൻ. സിജോയ് ചേട്ടൻ്റെ തുടങ്ങാം. ഇതിൽ ഏറ്റവും ആദ്യം കിട്ടിയത് ആരായിരിക്കും? സിജോയ് ചേട്ടൻ ഏത് വർഷത്തിലാണ് കിട്ടിയത്? 99. അവിടെ 2000. അപ്പൊ കുഴപ്പമില്ല, ഇവിടെ അല്ല നൈജി കറക്റ്റ് അല്ലേ? 2000 അല്ലേ? അങ്ങനെ കാണിക്കുന്നു. 2000 ഇവിടെ ഒരാൾ ചേച്ചി ഓ എന്റെ ഭർത്താവ് കറക്റ്റ് പറഞ്ഞു. 99 May 16. കറക്റ്റ് ആണല്ലോ അല്ലേ? സിജോയ് ചേട്ടൻ്റെയും തുടങ്ങാം. കുറച്ച് മൂത്ത ആള് ഇതില് എന്താ പറയാ, പ്രാഗൽഭ്യമുള്ള മൂത്ത ആളെന്ന നിലയ്ക്ക് സിജോയ് ചേട്ടൻ്റെയും തുടങ്ങാം. വാട്ട് വാസ് ദ കോർ റീസൺ? അതായത് എനിക്ക് കെട്ടണം എന്ന് തോന്നിയത്. ഇപ്പം പലതും ഉണ്ടാവില്ല, ചിലപ്പം വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാവാം, അങ്ങനെ പല കാര്യം. എന്തായിരുന്നു അതിന്റെ ഒരു കോർ റീസൺ? ബേസിക്കലി നമ്മൾ ഒരു കുടുംബത്തിൽ വളരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും വലിച്ചച്ഛനെയും വലിയമ്മച്ചിനെയൊക്കെ കണ്ട് വളർന്ന അങ്ങനെ ഒരു കുടുംബ കൾച്ചറിലല്ലേ നമ്മൾ വളരുന്നത്. അപ്പൊ നമ്മളുടെ ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് ഒരു 25 വയസ്സിന് ശേഷം കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരു ധാരണയിൽ തന്നെയാണ്. ഇന്നത്തെ കാലത്തൊക്കെ മറിച്ചൊരു ചിന്തയുള്ള പോലെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാവരും 25 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, സെറ്റിൽ ആവണം. പിന്നെ മാതാപിതാക്കൾക്ക് അവർക്കും പ്രായമായി വരികയാണ്. അപ്പൊ നമ്മളും കല്യാണം കഴിച്ചൊന്ന് സെറ്റിലായി കാണണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് താലോലിക്കാൻ സമയം ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ തലമുറയിൽ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ആരും എതിര് നിന്നിട്ടില്ല, വിവാഹത്തിന് എതിര് നിന്നിട്ടില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂളും കോളേജും ഒക്കെ കഴിയുമ്പോൾ ഈ ഒരു കമ്പാനിയൻഷിപ്പിന്റെ ഒരു നീഡ് നമ്മുടെ ഉള്ളിൽ തോന്നി തുടങ്ങുമല്ലോ. നേരത്തെ വിൻസി പറഞ്ഞ പോലെ എനിക്കും തല ചായ്ക്കാൻ ഒരു തോള് വേണമെന്ന് തോന്നുന്ന പോലെ എനിക്കും ടെസ്സിക്കും തോന്നിയിട്ടുള്ളത് ഒരേ സമയമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണത്തിലേക്ക് കടക്കുന്നത്. ടെസ്റ്റ് അങ്ങനെ തന്നെയാണോ? അതെ 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 അല്ല പറ. എന്തായിരുന്നു അത്? വീട്ടുകാരുന്ന് അങ്ങനെ ഇപ്പൊ ഈ സെയിം റീസൺ തന്നെയാണോ? സെയിം റീസൺ. നമ്മുടെ ഒരു ഏജ് എത്തുമ്പോൾ നമുക്ക് വിവാഹപ്രായമായി, ഇനി അടുത്തത് നമ്മുടെ വിവാഹമാണെന്നുള്ളത് നമുക്കറിയാം. അത് ഓൾറെഡി നമ്മളെ സെറ്റാണ്. നമ്മുടെ മൂത്ത സഹോദരങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പൊ ഒരു പ്രായം എത്തുമ്പോൾ നമ്മുടെ വിവാഹം ആലോചിച്ച് തുടങ്ങും. ഒന്നില്ലെങ്കിൽ കല്യാണം കഴിയാല്ലെങ്കിൽ നീ കന്യാസ്ത്രീ ആവാ, ഈ ഒരു ഓപ്ഷനേ അന്നുള്ളൂ. അല്ലാതെ എനിക്കൊരു ഫ്രീ ലൈഫ് എന്നുള്ളൊരു ഓപ്ഷൻ അന്നത്തെ കാലത്ത് അറിയ പോലും ഇല്ല ആർക്കും. അപ്പൊ ഇന്നിപ്പോ അതല്ല, ഇന്നിപ്പോ പല ഓപ്ഷൻസ് ആണ്. പക്ഷെ അന്ന് നമുക്ക് അതാണ്. അപ്പൊ കല്യാണം ആലോചിക്കുന്നു, അങ്ങനെ നമുക്ക് പറ്റിയൊരു ചെറുക്കനെ വരുന്നു. ശരിയാണ്. എനിക്കും ഇതുപോലെ ഒന്നല്ലെങ്കിൽ സന്യാസ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമാണ് നമുക്ക് മുന്നിലുള്ളത്. സന്യാസ ജീവിതത്തിന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ദൈവവിളി വരും, അപ്പോഴാണ് സന്യാസത്തിലോട്ട് പോവാ. അതുപോലെ ജിസ്റ്റേട്ടൻ എപ്പോഴാണ് ദാമ്പത്യ വിളി വന്നത്? ദാമ്പത്യ വിളി ഒരു ഉൾവിളി. ഉൾവിളി. അതെ, ഉൾവിളി എന്ന് പറയുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് താല്പര്യമുള്ള ഒരാളാണ്. ആ സമയത്ത് ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, ചില ജോലികൾക്ക് നമ്മൾ എല്ലാത്തിലും ഇവര് വേണം. നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിഥികളൊക്കെ ആയിട്ട് വിളിക്കും. പക്ഷെ ഒരു പ്രപ്പോസൽ പോലത്തെ ഒരു കാര്യം വരുമ്പോൾ പുറകോട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അതൊരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 26-ാമത്തെ 27-ാമത്തെ വയസ്സിലൊക്കെ പ്രപ്പോസൽ തുടങ്ങുമ്പോഴാണ്. പല ആലോചനകൾ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ ഒരു പ്രശ്നമായിട്ട് അന്ന് അങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ വളരെ അഗ്രസീവായിട്ട് നമുക്കങ്ങനെ തോന്നുമ്പോൾ വളരെ അഗ്രസീവായിട്ട് നമ്മൾ നോക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് ചാവറയിലാണ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 5-6 മാസം കുറേ കുട്ടികളെ കണ്ടു എന്ന് വെച്ചാൽ ഇത് ഓൺലൈനിൽ കണ്ടു. ആരെയും നേരിട്ട് അങ്ങനെ പെണ്ണ് കാണാനായിട്ട് പോയിട്ടില്ല. ആകെ പോയത് ഈ നൈജിയെ കാണാനാണ്. അപ്പൊ സത്യമാണോ നൈജി? സത്യം അല്ല, ചാവറയിൽ 50% സത്യമാണ്. അങ്ങനത്തെ ഒരു ഫേസ് എക്സ്പ്രഷൻ ആണല്ലോ. അല്ലല്ല ഫസ്റ്റ്
ചവറയിൽ നിന്നുള്ള ലിസ്റ്റ് അനുസരിച്ച് നൈജീനെ വന്ന് കാണുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനും ഉണ്ടായിരുന്നില്ലടാ കൂടെ. ഫസ്റ്റ് കാണാൻ പോകുമ്പോഴാ ഇല്ല, രണ്ടാമത് കാണാൻ പോകുമ്പോഴാ. രണ്ടാമത് ഞങ്ങൾ പോയി പെണ്ണിനെ കണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു. അതെ. ഞാൻ സിജുവേട്ടൻ ആ സമയത്ത് ഞങ്ങൾ പാർട്ട്നേഴ്സ് ആഡ് ഫിലിം കമ്പനി ചെയ്യുവാണ്. അങ്ങനെയാണ് ചാവറയുടെ ആഡ് ഫിലിംസ് ഞങ്ങളന്ന് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ഉൾവിളിയല്ല. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ കുറെ ദൈവവിളി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു മാലാക പ്രത്യക്ഷപ്പെടും. അല്ല, ആ മാലാക നമ്മുടെ ഉള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തുനിന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് തോന്നുന്നു. ചേച്ചിക്ക് ആദ്യം കാണാൻ വന്നപ്പോ എന്തായിരുന്നു ഫീൽ? എന്തായിരുന്നു? വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു അട്രാക്ഷൻ തോന്നി. ആണോ? പിന്നെ അങ്ങോട്ട് ഇത് തന്നെ തീരുമാനിച്ചു, മനസ്സുകൊണ്ട് അങ്ങോട്ട് തീരുമാനിച്ചു. അത് പിന്നെ പരസ്പരം ഫാമിലീസ് എല്ലാം സംസാരിച്ചു, ഓക്കെയാണ് എന്ന് വന്നപ്പോഴാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചത്. ഇതുപോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പോഴത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഇപ്പം പറഞ്ഞില്ലേ, ഫാമിലിക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നവർ വളരെ കുറവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചാവറ മാട്രിമോണി വഴി കല്യാണം കഴിച്ചവരാണ്. എന്തുകൊണ്ടാണ് ജോസഫ് മാട്രിമോണി ചൂസ് ചെയ്തത്? കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു മീഡിയ പേഴ്സണാലിറ്റി ആകുമ്പം അതിനുള്ള സ്പേസസ് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പം അതിൽ നിന്നും അല്ലാതെ മാട്രിമോണി തന്നെ അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തിയതിന്റെ കോർ റീസൺ എന്താ? ആക്ച്വലി മാട്രിമോണിയിൽ ചേരുക എന്നുള്ള എൻ്റെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നില്ല. ഒരു നമ്മൾ 27-28 കുറച്ച് ലൈം ലൈറ്റിലോട്ടൊക്കെ എത്തി. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ കഥകൾ പറയുന്ന ആളായതുകൊണ്ടും ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊരു പേര് കിടക്കണോണ്ടും ഒരുപാട് മനുഷ്യർ പറഞ്ഞ കഥകൾ മുഴുവൻ ഈ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് കേട്ട് 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 ഈ ഒരു സംഗതി വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു ഞാൻ വളരെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരി ഉണ്ട്, ആളൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. അവർ വിവാഹം കഴിച്ചൊരു കുട്ടികൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട് 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 ഇത് പറ്റാത്തൊരവസ്ഥ. പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മളൊരാൾ പ്രണയിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ കോർ ബിലീഫായിരുന്നു. അതിന് മാട്രിമോണിയോടൊക്കെ ഒരു എതിർപ്പും എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ആ വഴിയിൽ പോയി കാര്യങ്ങളൊന്നും നമുക്കത് അതായിരുന്നില്ല എൻ്റെ വിധി. അതിനുശേഷം ഒരു കൂട്ട് വേണമെന്ന് തോന്നി. കാരണം ചേട്ടന്മാർ രണ്ടുപേരും കല്യാണം സെറ്റിൽഡായി. ഞാനും അപ്പനും അമ്മയും ഒരുമിച്ചാണ്. 10-15 കൊല്ലമായിട്ട് ഒറ്റയ്ക്കാണ്. അവർക്ക് പ്രായമാവുന്നു, അവർക്കൊരു കൺസേൺ ഉണ്ട്. അവർ വീട്ടിലില്ലാത്തൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര എംപ്റ്റിനെസ് തോന്നി. അമ്മയുടെ റൂമിൽ കയറുമ്പോൾ അമ്മയുടെ സാരി, അമ്മയുടെ റൂമിൻ്റെ മണം, അപ്പച്ചൻ്റെ അകത്ത് അമൃതാഞ്ചൻ്റെ മണം, ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു മൊമെന്റിലാണ് ഐ നീഡ് സംബഡി എന്നെനിക്ക് തോന്നിയത്. അപ്പം അത് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഒരാൾ വേണമെന്ന് തോന്നുന്നു. അപ്പം ചേട്ടനാണ് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത്. ഐഡിയും പാസ്വേഡും ചേട്ടൻ്റെ കയ്യിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ് എടുത്തത്. അതുകൊണ്ട് ഒരു മാഗസിൻ വീട്ടിലേക്ക് വരും. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പൻ ഇങ്ങനെ ചില പെൺകുട്ടികളെ വട്ടമിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ഇന്ന് ഞാൻ വട്ടമിട്ടത് കാണിക്കും. അപ്പൊ എന്നെ കാണിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, അപ്പൊ ഇത് എനിക്ക് തോന്നണില്ല, എനിക്ക് തോന്നണുണ്ട്, എന്നാ താൻ കെട്ടുന്നൊക്കെ പറഞ്ഞ അപ്പനും അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്തിട്ടൊരു 7-8 മാസം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ചേട്ടൻ്റെ വൈഫ് അലീന, ഇവരൊക്കെ ഇടയ്ക്ക് നോക്കി, എടാ ഈ ഒരു കുട്ടി എങ്ങനെയുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ ആണ് ഞാൻ ആനിലേക്ക് എത്തുന്നത്. ആനിൻ്റെ കാര്യം അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മാട്രിമോണിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഇന്ന് തോന്നുന്നു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡിസിഷൻ. ഇതൊരു ജനറിക് ആയിട്ട് ജനറലൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫോർ മീ ഇറ്റ് റിയലി വർക്ക്. ഓരോ പേഴ്സണും ഒരു ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതെല്ലാം ഈ പറയുന്ന പെർസ്പെക്റ്റീവ്സ്. ആൻഡ് ഒരു ഇത് കേട്ടു ഞാന്, അതായത് ആളെ ഇത്രയും ഫേമസ് ആയി എന്നെ തിരിച്ചറിഞ്ഞില്ലടാ എന്നുള്ളൊരു സാധനം. മനസ്സിലായില്ല, ഇത് ആരാളെന്ന് മനസ്സിലായേ ഇല്ല. ആക്ച്വലി എൻ്റെ അമ്മയായിരുന്നു എൻ്റെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തത്. അപ്പം അമ്മ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് അമ്മ റിക്വസ്റ്റ് അയച്ചത്. അപ്പം എനിക്ക് ശരിക്കും വിജയ് സൂപ്പറും പൗർണമിയിലും ആ മൂവിയിൽ കണ്ടാണ് ആളുടെ ഫേസ് ശരിക്കും രജിസ്റ്റർ ആയത്. ആ മൂവിക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പം എൻ്റെ കേസിൽ മാരേജ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചാവറ മാട്രിമോണി ചൂസ് ചെയ്തത്. പിന്നെ ആകെ എനിക്കുണ്ടായിരുന്ന ഒരു കണ്ടീഷൻ, നമുക്ക് ഒരു ടോക്കിംഗ് ഫേസ് വേണം. ലൈക്ക്
കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പ് ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്നുള്ളൊരു അപ്പം എൻ്റെ ഫാമിലി എനിക്ക് തന്നെ സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ 5 months 5 to 6 months സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ ഈ രണ്ടുപേർക്കും? ഞങ്ങൾക്കും സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ ഇനി ചെറുക്കനും പെണ്ണും കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റിയിരുന്നു. ആ ഒരു 5 മിനിറ്റ് ആ ഒരു 5 മിനിറ്റ് അതില് എല്ലാരും അവിടേക്ക് നോക്കുന്നുണ്ടോ? അതെ അതെ. അതിനുശേഷം പക്ഷെ ഞങ്ങള് ഒരുപാട് പ്രാവശ്യം സംസാരിക്കുകയും പുറത്തു പോവുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളും ഈ മാറി വരുന്ന കാഴ്ചപ്പാടിന്റെ ഒപ്പം തന്നെ വളർന്നു. ഇതിലിപ്പോൾ എനിക്ക് പ്രത്യക്ഷത്തിലൊന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ബിബ്ലിക്കലായിട്ടുള്ളൊരു റീസൺ ഇതിനുണ്ട്. അതായത് ഇൻ ദ ബുക്ക് ഓഫ് തോബിത്ത്, ഈ തോബിയാസിന് വിവാഹം ആലോചിക്കുന്ന സമയത്ത് തന്നെയാണ് സാറയുടെ പ്രാർത്ഥനയും ഉയരുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തുന്നത് ഒരേ സമയമാണെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പൊ ആന്റെ വീട്ടിൽ നിന്നും ഒരു പ്രാർത്ഥന ഉയർന്നിട്ടുണ്ട്, ജോസഫിന്റെ വീട്ടിൽ നിന്നും ഒരു പ്രാർത്ഥന ഉയർന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അതിനെ മീഡിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഏഞ്ചലിക് അപ്പിയറൻസ് ഉണ്ട്. ഈ കാര്യത്തിൽ അത് ചാവറ മാട്രിമോണിയാണ്. കാരണം അതാണ് റാഫേൽ മാലാഖയുടെ ഒരു ഹിസ്റ്ററി. അതാണ് റാഫേൽ മാലാഖ അനനിയാസ് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ തോബിയാസിന്റെ ഒപ്പം എത്തുകയും സാറയെ മീറ്റ് ചെയ്യുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പം നമ്മളിങ്ങനെ കേട്ടിട്ടില്ല, ഒരാൾക്ക് ഒരാളുണ്ട്, അത് അനാദികാലം മുതൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അത് ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് ഇടയിലേക്ക് ആ അനനിയാസ്മാര് കടന്നു വരും. അപ്പോൾ ചാവറ മാട്രിമോണി ഒരുപാട് പേരെ കുടുംബജീവിതത്തിൽ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ കുടുംബത്തിൽ വളരെ നിർണായകമായ ഒരു റോളുണ്ട്. അപ്പൊ സംഗതി പറയുകയാണെങ്കിൽ ഞാൻ എന്റെ കല്യാണം ഇതുവരെ നടക്കാത്തതിൽ ടെൻഷൻ അടിക്കുന്ന വേണ്ട, ആ സമയമാകുമ്പോൾ നടക്കുന്നാണ് പറയുന്നത്. വിൻസിയും വിൻസിയുടെ മാതാപിതാക്കളും ഒരു പ്രാർത്ഥന ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറുക്കന്റെ വീട്ടിൽ നിന്ന് അവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്രാർത്ഥനയും തമ്മിൽ വരികയും ചെയ്യും. നമുക്ക് ഉടനെ ആ കല്യാണത്തിന് പോകാനും പറ്റും എന്ന് വിചാരിക്കും. സീറ്റ് മാറി വിൻസി ഒരു ചെയറിലേക്ക് മാറി മറ്റൊരു ആങ്കർ ഈ കസേരയിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്.